വെണ്ടയ്ക്ക, പാവയ്ക്ക, പടവലങ്ങ, പച്ചക്കറികള്, മലക്കറികള്, പച്ചക്കറിക്കാരി ചിന്താമണി, ഞാൻ പക്കത്തു വീട്ടിലെ പൊന്നുമണി. പാളയം ചന്തയിലും ചാലക്കമ്പോളത്തിലും മലക്കറിയെല്ലാം വിൽക്കുന്ന പൊന്നന, നല്ല രുചിയുള്ള ചെന്തമിഴ് പൊന്നന. അതികാലയിലെ ഞാൻ ചന്തയിലെത്തും, പട്ടി നിറച്ചങ്ങോ ചെന്നിരിക്കും. അതുക്കപ്പുറം പല പല രൂപത്തിൽ പല പല വേഷത്തിൽ ആളുകൾ വന്നങ്ങ് തിക്കും തിരക്കും. പഞ്ചാരക്കുഞ്ചന്മാരെ കണ്ടാലറിയാം, പഠിച്ച ചിരി കണ്ടാൽ കാര്യം തിരിയും. എന്തരണ്ണ പാവയ്ക്ക് വേണമാ? പഞ്ചാരക്ക് പാവയ്ക്ക ദിനം തിന്നാൻ പോതും. ചമ്മിയവർ പോകുമ്പോൾ ആട്ടി പറയും ഞാൻ, വിളയാട്ട് എൻ കൂടെ വേണ്ടണ. പൊങ്ങച്ചം കാണിച്ച് പൊങ്ങച്ചം കാണിച്ച് കൊച്ചമ്മ മാവരും വിലവേച്ചി വിലവേച്ചി തൊന്നരവാക്കിയിടും. 5 രൂപ കുട്ടി ചൊല്ലി 2 രൂപ കുറച്ചു ഞാൻ കച്ചവടം നടത്തിയിടും. നട്ടാകുന്ന മട്ടിലായി മിടുക്കിയായങ്ങ് കൊച്ചമ്മ പോകുമ്പോൾ ഒളിച്ചിരിക്കും ഞാനുള്ളിലായി. നീക്കുന്നുണ്ടാരോ തയ്യാറോ നീക്കുന്നുണ്ടാരോ. വേല കഴിഞ്ഞങ്ങ് കൂരയിലെത്തിയാലോ ഉള്ളിലെ ഭയമെല്ലാം തീർന്നിടുമേ. നോട്ടങ്ങളും ആഭാസവാക്കുകളും തട്ടലും മുട്ടലും ഒന്നുമുന്നേ. ഒരു ദിനം ചന്തയിൽ പോയിടുമ്പോൾ ഒരു മാനം പിന്നാലെ കൂടി എന്റെ. തിരിഞ്ഞു ഞാൻ നോക്കുമ്പോൾ അറിയാത്ത ഭാവത്തിൽ വഴിമാറിപ്പോയിട്ടും പിന്നാലെ വന്നവൻ തട്ടിമുട്ടിയുരുമ്മി എന്നെ നടക്കാൻ തുടങ്ങി. ചീത്ത പറഞ്ഞിട്ടും മാറിപ്പോയില്ലവൻ. പതുക്കെ അവൻ എന്നെ കടന്നു പിടിച്ചു. അലറി വിളിക്കുവാൻ തുടങ്ങും മുൻപേ ആനന്ദിച്ചവൻ എന്റെ കവിളിലായി. ചെടി മൂളിപ്പോയി ഒരു നിമിഷം, കണ്ണിൽ മിന്നലടിച്ചു പോയി. പകച്ചു ഞാൻ നോക്കുമ്പോൾ അറിയാത്ത ഭാവത്തിൽ നീങ്ങുന്നവൻ. ചുറ്റിലും കാഴ്ച കണ്ടു രസിക്കുന്നു ജനങ്ങളെല്ലാം. മധുരക്കാരി ചിന്താമണി ഞാൻ കണ്ണകിയായി മാറി. പെൺ പുലി പോലാൻ ചീറി ഓടിച്ചെന്നവനെ പിടിച്ചു നിർത്തി. പിടിച്ചവൻ കൊഴിച്ചവൻ പിടിവിട്ടില്ല. ആളുകൾ ചുറ്റും കൂടാൻ തുടങ്ങി. കുടുംബ വഴക്കെന്ന് പറഞ്ഞവരുറക്കെ ഞാൻ ചൊല്ലിവനിക്കാരുമല്ല. ആരെങ്കിലും എന്നെ വിശ്വസിക്കൂ. ചന്തയിലാകെ ബഹളമായി. പോലീസെത്തി, പത്രക്കാരെത്തി. സത്യഞ്ഞപ്പോൾ കയ്യാമം വച്ചവരെ പത്രത്തിലെല്ലാം എന്നും വാർത്ത വന്നു. പെൺസിംഗമെന്നു ചൊല്ലി സമ്മാനവും തന്നു. പെണ്ണിൻ മാനം വിലപേശിയിടുന്നവരെ തിരിയുക, അത് തായ് തന്മാനം. മണവിതൻ മാനം തങ്കച്ചിതൻ മാനം ചിന്ന